എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു അവധി ദിവസമാണല്ലേ, എല്ലാവരും അവരവരുടെ ആക്ടിവിറ്റീസിലായിരിക്കും. ഒപ്പം തന്നെ ഞാനൊരു പ്രത്യേക കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പോയി. രാവിലെ അവിടേക്കായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത്, മുമ്പ് ഞാൻ അതിൽ വരുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ ഒരു ചെറിയ കാഴ്ച ഉടക്കിയിരുന്നു. ഒരിടം, വ്യത്യസ്തതയുള്ള ഒരിടം. പക്ഷെ അന്ന് എനിക്ക് അവിടെ കയറാൻ കഴിഞ്ഞില്ല കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ കണ്ണിൽ ഇന്നും ആ കാഴ്ച ഉടക്കിയപ്പോൾ ഞാനിന്ന് അവിടെ കയറി. ഒട്ടും പ്രതീക്ഷിച്ചിട്ടല്ല, യാദൃശ്ചികമായിട്ട് അങ്ങോട്ട് കയറിപ്പോയത്. എന്നെ അങ്ങോട്ടേക്ക് ആ ഒരു കാഴ്ച എന്നെ അങ്ങോട്ടേക്ക് വലിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് ഒന്ന് പോയി കയറി തിരിച്ചു വരാം എന്ന് വിചാരിച്ച ഞാൻ 2.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. എൻ്റെ വീഡിയോ എടുക്കുന്ന ഫോണ് മാത്രമായിരുന്നു എൻ്റെ കയ്യിൽ. അതിനിടയിൽ എൻ്റെ ഫോൺ അടിക്കുന്നുണ്ട്, മറ്റേ ഫോൺ അടിക്കുന്നുണ്ട്, മെസ്സേജുകൾ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു ഫോൺ എടുക്കാനോ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാനോ ഒന്നും പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. കാരണം ഞാൻ ആ ഒരു ചെന്ന ഇടത്തങ്ങോട്ട് മുഴുകിപ്പോയി. അവിടെ 2 വ്യക്തികളുണ്ട്, ചന്ദ്രമാഷും സതി ടീച്ചറും. ഓർഗാനിക് കൃഷി ചന്ദ്രമാഷും സതി ടീച്ചറും. അവരുടെ ആ ഒരു ജീവിത രീതി, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നൊക്കെ നമുക്ക് പറയാം. ഞാൻ പ്രകൃതിയോട് ഇണങ്ങിയാണ് ജീവിക്കുന്നത്, കൃഷിക്കാരാണ്, യഥാർത്ഥ കൃഷിക്കാരാണെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് മണ്ണിനോട് ഇണങ്ങി ജീവിക്കാൻ കഴിയുമോ? പ്രകൃതിയോട് ഇണങ്ങി, പ്രകൃതിയെ അറിഞ്ഞ്, അങ്ങനെ വേണം, പ്രകൃതിയോട് ഇണങ്ങിയല്ല, പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മളൊക്കെ ഈ തിക്കും തിരക്കും പിടിച്ച ജീവിതത്തിനിടയിൽ ഓടിക്കൊണ്ടേയിരിക്കുക. എങ്ങോട്ടാ ഓടുന്നത് എന്നുള്ളത്, എവിടെയാ ഈ ഓട്ടം അവസാനിക്കുക ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഓടുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിതമൊക്കെയാണ് ജീവിതം. നല്ല അധ്വാനികളാണ് കേട്ടോ. ഒരു 24 മണിക്കൂറിൽ അവർ 240 കാര്യങ്ങളൊന്നും അല്ല ചെയ്യുണ്ടാവുക. കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ട്. വിഷരഹിത ഉൽപ്പന്നങ്ങളാണ് അവരെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ഒറ്റ വാക്കിലും ഈ കുഞ്ഞു വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരില്ല കേട്ടോ. കാരണം ഞാൻ ചെന്ന് അവിടെ അവരുടെ ഒരു ആതിഥ്യ മര്യാദയിൽ ഞാൻ അനുഭവിച്ച സുഖം എനിക്ക് ഈ ഒരു വീഡിയോയിലൊന്നും പറഞ്ഞു തീരില്ല. അവരെനിക്ക് കഴിക്കാൻ തന്നത് വിഷമില്ലാത്ത പഴമാണ്. അവരെനിക്ക് കുടിക്കാൻ തന്നത് ചെമ്പരത്തി പൂവിട്ട ചെമ്പരത്തി ചായ, ചെമ്പരത്തി ഒരു പ്രത്യേക തരം ഓറഞ്ച് മിട്ട ഒരു ചായയാണ്. ചായ എന്നതിന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു പാനീയം, ചൂടുള്ള, കുടിക്കുമ്പോൾ കട്ടൻ ചായയുടെ ഒരു ഫീലാണ് കിട്ടുന്നത്. അവരെനിക്ക് കുടിക്കാൻ തന്നത് സംഭാരാണ്. അവിടെ തന്നെ ഉണ്ടായ, അവിടെ തന്നെ മോര്, അവിടെ തന്നെ പച്ചമുളക്, അവിടെ തന്നെയുള്ള കരിവേപ്പില എന്ന് വേണ്ട, ശുദ്ധമായി ശ്വസിച്ച് നല്ല നല്ല 2 മനുഷ്യരുടെ അനുഭവവും അവർക്ക് അടുത്ത തലമുറയോട് കൊടുക്കാനുള്ള സന്ദേശവും ഒക്കെ ഒരു നല്ല 2 അധ്യാപകരുടെ വിശദമായൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ആണ് ഞാൻ തിരിച്ചു വന്നത്. അതുകൊണ്ട് ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ ഒരൊറ്റ വീഡിയോ ആക്കിയിട്ട് അവരുടെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ ശരിക്കും അതിൻ്റെ ഗുണം നഷ്ടപ്പെടുകയാണ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എഡിറ്റിങ്ങിലൊന്നും കളയാനില്ല, ഒന്നും മുറിക്കാനില്ല, ഒന്നും കളയാനില്ല, ഒന്നും എഡിറ്റ് ചെയ്യാനില്ല. അതുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ പല കുഞ്ഞു വീഡിയോകളായിട്ട് ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്നും കളയാനില്ല കേട്ടോ. അതിലൊന്നും കളയാനില്ലേ, ആവോളം സ്വാംശീകരിച്ചെടുത്ത് അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ, അതൊന്നും കളയാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അത് വലിയ അനുഗ്രഹമായിരിക്കും. എന്തായാലും വേണ്ടില്ല കേട്ടോ. 2 പച്ച മനുഷ്യരെ കണ്ട സന്തോഷത്തിലാണ് ഞാനിന്ന് തിരിച്ച് ഈ ഒരു വീഡിയോ ഇതെനിക്ക് പറയാനുണ്ട്. കാരണം ഇനി തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും ഞാനിടുന്ന വീഡിയോകളിൽ 70% ഇവരുടെ വീഡിയോകളായിരിക്കും. അത് കഴിയുന്നത് വരെ, ഞാൻ എത്ര എടുത്തു അത് കഴിയുന്നത് വരെ അത് മുറിച്ച് കുഞ്ഞു വീഡിയോകളാക്കി നിങ്ങൾക്ക് ഇട്ടുതരാം. അറിയാവുന്നവരെ അതിലെ പോകുമ്പോൾ അവരെ കാണാട്ടോ. ഞാൻ പോയത് എടപ്പാളിൽ നിന്ന് നീലിയാട് വഴി പന്നിയൂർ അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്ന വഴിയില്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും. ആ വഴിയാണ് പോയത്. അപ്പോൾ നീലിയാട് നിന്ന് തിരിഞ്ഞിത്തിരി പോയാൽ കാണാം നിള ഫാം ഹൗസ്. അതിലെ പോകുമ്പോൾ കാണണം, പരിചയപ്പെടണം, അവരെ അറിയണം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ, ഇതൊരു ഇൻഫോർമേഷൻ വീഡിയോ ആണ്. എല്ലാവരും ഇത് കാണുക, മനസ്സിലാക്കുക. ഓക്കെ.